ഭാര്യയും ഭർത്താവും തമ്മിൽ പൊരിഞ്ഞ അടി, പൊരിഞ്ഞ വഴക്ക് എന്ന് പറഞ്ഞാൽ ഇമാതിരി വഴക്ക് വേറെയില്ല. എന്തേ കാരണം? ഉസ്താദേ എനിക്ക് അവളെ വേണ്ട, അത്ര തന്നെ, കാരണമൊന്നുമില്ല. എനിക്ക് അവനെയും വേണ്ട, പ്രത്യേകിച്ച് കാരണവുമില്ല. ഇതൊന്ന് പരിഹരിച്ചിട്ട് എന്തേ കാരണം, ഇതിൻ്റെ ഇടയ്ക്കുള്ള കാരണം എന്താണ്, നിങ്ങൾ അതൊന്ന് പറയൂ. കാരണം ഒന്നുമില്ല, എനിക്ക് അവളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അവനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പരസ്പരം വഴക്കെത്തി തൊലാഖിന്റെ വക്കിൽ, മോചനത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന രണ്ടാളുകൾ, ഒരു ഭാര്യയും ഭർത്താവും. ഇതൊന്ന് രമ്യതയിലാക്കണ്ടേ, ഇതൊന്ന് പരസ്പരം കൂട്ടിയിണക്കി കൊണ്ടുപോകണ്ടേ? നമ്മുടെ കുടുംബത്തിലുണ്ടാകൂലേ അങ്ങനെയുള്ളവർ? ഈ കുറഞ്ഞ സേവനത്തിനിടയിൽ എൻ്റെ അടുക്കൽ തന്നെ വന്ന കേസുകളിൽ ഒരു 80% എന്നല്ല 90% വിവാഹമോചനത്തിന്റെ വക്കിലെത്തിയ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷയങ്ങളാണ്. ഇതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ ഞാൻ അന്വേഷിച്ചപ്പോൾ, ഞാൻ തേടിയപ്പോൾ മനസ്സിലായ ഒരു അത്ഭുതകരമായ സൂറത്ത്, അത് പ്രയോഗിക്കേണ്ട രൂപവും, എപ്പോഴാണ് ചൊല്ലേണ്ടത്, എപ്പോഴാണ് അത് ഓതേണ്ടത്, ഓതിയിട്ട് എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത്, ഈ രൂപത്തിൽ ഞാനത് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് വരുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും പല ആളുകൾക്കും അത്ഭുതകരമായ റിസൾട്ട്, ഉസ്താദേ വലിയ സന്തോഷം, ജീവിതത്തിൽ വലിയ റാഹത്ത് കടന്നു വന്നിട്ടുണ്ട്, വലിയ സന്തോഷം വന്നിട്ടുണ്ട്, പരസ്പര സ്നേഹത്തിലായി രമ്യതയിലായി പോകാൻ തീരുമാനമായിട്ടുണ്ട് എന്ന് എത്രയോ വിഷയങ്ങൾ അൽഹംദുലില്ലാഹ് കേൾക്കാൻ കഴിഞ്ഞു. നിങ്ങൾക്കും അതിനുള്ളൊരു പരിഹാരം ഇൻഷാ അല്ലാഹ് ഞാൻ പറയുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരസ്പര വഴക്കുകൾ, കലഹങ്ങൾ സർവ്വസാധാരണമായി നമ്മൾ കേട്ടുവരുന്നതാണ്. പ്രത്യേകിച്ച് കലഹങ്ങളും വഴക്കുകളും കേട്ടുവരുന്നൊരു മേഖല ഭാര്യ ഭർത്തൃബന്ധത്തിനിടയിലാണ്, ഭാര്യയും ഭർത്താവും. ഈ രണ്ട് വാക്കുകൾ തന്നെ തെറ്റാണ്. എങ്ങനെ നമ്മൾ പറയുന്നത് ഭാര്യയും ഭർത്താവും എന്നാണ്, ഈ വാക്കുകൾ തന്നെ തെറ്റായ പദമാണ്. നമ്മൾ അവിടെ പ്രയോഗിക്കേണ്ട ഒരു പ്രയോഗം ഇണയും തുണയും എന്നാണ്. ഇണയും തുണയും അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു വറ്റം വഴക്കം കൊണ്ട് മാറിക്കിട്ടും. ഭാര്യയും ഭർത്താവും, ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവളും, അങ്ങനല്ലല്ലോ. ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പറയുന്ന ശൈലിയിൽ ഇണയും തുണയുമായിട്ടാണ് ഭാര്യ ഭർത്താക്കന്മാരെ നമ്മൾ അവതരിപ്പിക്കേണ്ടത്. ഇണയും തുണയുമാകുക. സൗജി എന്നാണ് പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ. അന്ത വ സൗജുകൽ ജന്ന പരിശുദ്ധ ഖുർആനിൽ കാണാം. യാ ആദം ഉസ്കുൻ അന്ത വ സൗജുകൽ ജന്ന. പരിശുദ്ധ ഖുർആനിലെ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പടച്ചു. ആദം നബിയുടെ ശരീരത്തിൽ നിന്നും ഹവ്വയെയും അള്ളാഹു സൃഷ്ടിച്ചു, നമ്മുടെ ഉമ്മയെ പടച്ചു. എന്നിട്ടോ ആദം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞൊരു വാക്ക്, യാ ആദം ഉസ്കുൻ, നീ താമസിക്കണം, അന്ത നീയും, വ സൗജുക നിന്റെ ഇണയും. അപ്പൊ ഇണ എന്ന പദമാണ്, ഇണ ജോഡി എന്നാണ് സൗജിനർത്ഥം. നമ്മളറിയാം, നമ്മൾ 2 ചെരുപ്പ് വാങ്ങിയാൽ ഈ 2 ചെരുപ്പും ഉണ്ടെങ്കിലേ നമുക്കതുകൊണ്ടുള്ള ഉപയോഗമുള്ളൂ. 2 ചെരുപ്പ്, 2-1 മറ്റേതില്ല, കാണുന്നില്ല, എന്നാൽ നമ്മളത് ഇട്ടുകൊണ്ട് നടക്കും. ഒരെണ്ണം ഇല്ല, കാണുന്നില്ല, അതും വേണ്ട. ഇങ്ങനെയാകണം, ഇണയും തുണയുമാകണം, ചെരുപ്പ് പോലെ, ജോഡി പോലെ. ഒരു ജോഡി പോലെ ആവണം എന്ത്, ഭാര്യയും ഭർത്താവും. അപ്പൊ ഈ പ്രയോഗം തന്നെ തെറ്റാണ്, ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. 2 മേഖലയിൽ കഴിഞ്ഞിരുന്ന 2 വ്യക്തികൾ, അവർ 2 ഹൃദയത്തിന്റെ ഉടമകളാണ്, 2 സ്വഭാവത്തിനുടമകളാണ്, 2 കുടുംബത്തിൽപ്പെട്ടവരാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായ 2 കൾച്ചറുള്ള അല്ലെങ്കിൽ 2 വ്യക്തിത്വങ്ങളുള്ള 2 പേർ ഒരുമിച്ചൊരു കുടക്കീഴിലേക്ക് വരികയാണ്. ഇനിയോ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇനി ഇവർ ഒന്നായിട്ട് മുന്നോട്ട് പോകണം. ഇതുവരെ 2 ആയിരുന്നു, ഇനി ഒന്നായിട്ട് മുന്നോട്ട് പോകണം. എവിടെയാണ് ഇത് ഒന്നായി മുന്നോട്ട് പോകാൻ പറ്റാത്ത വരുന്നത്, അവിടെയാണ് അടി, വഴക്ക്, കലഹം, പോര് തുടങ്ങിയിട്ടുള്ള മോചനത്തിന്റെ വക്കിലേക്ക് എത്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഇനിയോ ഇതിന് പരിഹരിക്കാൻ മാർഗങ്ങളൊന്നുമില്ലേ? ഇങ്ങനെ അടിയും വഴക്കുമായിട്ട് മോചനത്തിലേക്ക് പോയാൽ മതിയോ? പരിഹരിക്കാൻ മാർഗങ്ങളൊന്നുമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിനുള്ള മാർഗം പരിശുദ്ധ ഖുർആനുണ്ട്, തിരു ഹദീസുകളുണ്ട്, ദിക്റുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതൊക്കെ ഒന്ന് പഠിക്കാം, മനസ്സിലാക്കാം. നമ്മുടെ കുടുംബത്തിൽ വഴക്കിൽ കഴിയുന്ന ആളുകളുണ്ട്. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു വിഷമമുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളിത് ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതോടൊപ്പം തന്നെ നമുക്ക് സ്നേഹമുള്ള ഒരാൾ, അല്ലെങ്കിൽ നമ്മളോട് വൈരാഗ്യത്തിൽ കഴിയുന്ന ഒരാൾ, നമുക്ക് ഇഷ്ടമുണ്ടായിരുന്നു, സ്നേഹത്തിൽ കഴിഞ്ഞ ഒരാൾ, പക്ഷെ എന്തോ വിഷയത്തിൽ തെറ്റി നടക്കാം. പക്ഷേ അതിങ്ങനെ തെറ്റിൽ പിണങ്ങി മൂർച്ഛിച്ച് ഇപ്പൊ കണ്ടാൽ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലേക്ക്, വല്ലാത്ത വൈരാഗ്യത്തിലേക്ക് എത്തി. ഇതൊന്ന് പരിഹരിച്ചു കിട്ടണം, എങ്ങനെങ്കിലും ഒന്ന് അടുക്കണം. അവനോട് അടുക്കാൻ ശ്രമിക്കുന്നു, അല്ലെ അവളോട് അടുക്കാൻ ശ്രമിക്കുന്നതും അകന്നു മാറിപ്പോവുകയാണ്, വെറുപ്പ് കൂട്ടി കൊണ്ടുവരികയാണ്. അപ്പൊ അതിനൊരു പരിഹാരം കിട്ടണം. അങ്ങനെയും പറഞ്ഞ ആളുകളുണ്ട് കൂട്ടുകാർ. അതുപോലെ തന്നെ
ഖൽബൊന്ന് നന്നായി കിട്ടാൻ വേണ്ടി പരസ്പരം ഒന്ന് സ്നേഹത്തിലാകാൻ, പഴയതുപോലെ സ്നേഹത്തിലേക്ക് വരാൻ ഒന്ന് ദുആ ഇറക്കണം ഉസ്താദ്. അതിനൊരു പരിഹാരം പറഞ്ഞു തരണം ഇൻഷാ അല്ലാഹ്. ഇത് രണ്ടിനും പറ്റുന്ന ഒരു സൂറത്ത്, വലിയ സൂറത്തൊന്നുമല്ല, പരിശുദ്ധ ഖുർആനിലെ ചെറിയ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ്. അലം നശ്റഹ് ലക സദ്റക് വവദഅനാ അൻക വിസ്റക് الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. നമുക്കറിയുന്ന ഒരു സൂറത്താണ് ചെറിയ സൂറത്ത്. ഇതിനി എങ്ങനെയാണ് ഓതേണ്ടത്, എപ്പോഴാണ് ഓതേണ്ടത്, എത്ര വീതമാണ് ഓതേണ്ടത് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ആരെയാണോ രമ്യതയിലാകേണ്ടത്, അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷയമാണ്, ഭർത്താവിന് ആഗ്രഹം ഭാര്യയുമായിട്ട് ഒന്നിച്ചു മുന്നോട്ട് പോകണം, അവളുടെ ഖൽബൊന്ന് നന്നായി കിട്ടിയിട്ട് പരസ്പരം സ്നേഹത്തിൽ പോകണം, ഭാര്യയ്ക്കും ആഗ്രഹം ഭർത്താവുമായിട്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകണം. എന്നാൽ രണ്ടുപേരും ചെയ്തോളി. എങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോട് വിഷമമുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രയാസത്തിൽ കഴിയുന്നവർ, നമ്മുടെ കൂട്ടുകാരുമായിട്ട് എന്താണ് അകൽച്ചയിൽ കഴിയുന്നവർ, അപ്പോൾ നമ്മൾ കരുതുകയാണ് റബ്ബേ എനിക്ക് അവനുമായിട്ടൊന്ന് എന്ത് ചെയ്യണം, പഴയതുപോലെ സ്നേഹത്തിൽ കഴിഞ്ഞു പോകണം. അപ്പോൾ എന്താണ് അതിനൊരു മാർഗം, എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ആഗ്രഹമുള്ള ആളുകളൊക്കെ, പിണക്കത്തിൽ കഴിയുന്നവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇത് അവർക്ക് ഉപകാരപ്പെടട്ടെ. തെറ്റിലായി കഴിയുന്നവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക, ഒന്ന് ഉപകാരപ്പെടട്ടെ. നമ്മൾ കാരണം ഒരു നന്മ രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ യോജിക്കുകയാണെങ്കിൽ, ചേരുകയാണെങ്കിൽ, തഹബ്ബ ഫില്ലാഹി വജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം സ്നേഹത്തോടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുകയും പിരിയുകയും ചെയ്താൽ അർശിൻ്റെ തണൽ കിട്ടുമെന്ന, അർശിൻ്റെ തണൽ കിട്ടുന്ന വ്യക്തികളിലേക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്കും ഒരു ചാൻസ് ആ അർശിൽ കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സൂറത്തുൽ ഇൻഷിറാഹ്, അലം നശ്റഹ് ലക സദ്റക എന്ന് പറയുന്ന സൂറത്തു ശറഹ്, ഈ സൂറത്ത് ഓതേണ്ടത് നമ്മൾ സാധാരണ നിസ്കരിക്കുന്നവരാണ്. നിസ്കരിക്കാത്തവരുണ്ട്, നിസ്കരിക്കണേ. അള്ളാഹുവിനെ ഓർത്ത് നിങ്ങൾ നിസ്കരിക്കണം. കാരണം നിസ്കാരമില്ലെങ്കിൽ ഈ പറയുന്നത് കൊണ്ടൊന്നും ഒരു നേട്ടം ഉണ്ടാവില്ല. ഈ പറയുന്നത് കൊണ്ട് ഒരു നേട്ടം ഉണ്ടാവില്ല. നിങ്ങൾ എവിടെയൊക്കെ പോയി തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഒരു ബർക്കത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിനെ ഓർത്ത് മരിക്കേണ്ടതാണ്, ഖബറിൽ കിടക്കേണ്ടതാണ്. അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അനിസ്സല, നാളെ അള്ളാഹു ആദ്യമായി ചോദ്യം ചെയ്യുന്ന നിസ്കാരത്തെ പറ്റിയ. അതിനുശേഷമേ കുടുംബത്തിലേക്ക് കടന്നു പോവുള്ളൂ. കുടുംബം എന്താ ചോദിക്കണമെങ്കിൽ ആദ്യം നിസ്കാരം ക്ലിയർ ആകണം. അപ്പോൾ നമ്മൾ ഈ മന്ത്രിച്ചിട്ട് ഉസ്താദെ ഒന്നും ശരിയാവണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തേ കാരണം? സുബഹി നിസ്കരിച്ചിട്ടില്ല, ളുഹർ നിസ്കരിച്ചിട്ടില്ല, അസർ നിസ്കരിച്ചിട്ടില്ല, മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല, ഇശായി നിസ്കരിച്ചിട്ടില്ല. എന്നിട്ടോ മന്ത്രത്തോട് മന്ത്രം, ഊതൽ തന്നെ ഊതൽ, ഒരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ പ്രയോജനം കിട്ടണമെങ്കിൽ അത് നിസ്കാരം ക്ലിയർ ആക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ നല്ല ആളുകളാണ്, ആരും മോശക്കാരൊന്നുമല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, സാഹചര്യങ്ങളിൽപ്പെട്ട് ചിലപ്പോൾ നിസ്കാരം കളായി പോകുന്നുണ്ടാകാം. അപ്പോൾ അതൊക്കെ ഒന്ന് വീണ്ടെടുക്കാൻ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി, നടക്കും. ഞാൻ നിസ്കരിക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ ഇന്ന് സുബഹിക്ക് എന്ത് ചെയ്യും, എഴുന്നേക്കും. എത്രയോ സമയം നമുക്കൊരു സുബഹിക്ക് എന്ത് ചെയ്യാം, ഗൾഫിൽ പോകുന്ന ഒരാൾ, ഉദാഹരണം പറഞ്ഞുതരാം. ഒരാൾ ഗൾഫിലേക്ക് പോവുകയാണ്, ഫ്ലൈറ്റ് 4:30-ക്കാണ്, രാവിലെ വെളുപ്പിനെ 4:30-ക്കാണ്. എത്ര മണിക്കാ മനുഷ്യൻ എഴുന്നേക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കി. അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകൂടൽ നടക്കുകയാണ്, പാലുകാച്ച്, ചില സ്ഥലത്ത് കുടിയിരിക്കുക എന്ന് പറയും, ചില സ്ഥലത്ത് കുട്ടൂസ എന്ന് പറയും, പല നാട്ടിൽ പലതാ പറയും. ഞങ്ങളുടെ നാട്ടിൽ പെരവാസ്തോരി എന്ന് പറയും, പല പേരുകളിൽ അറിയപ്പെടും. ഗ്രഹപ്രവേശനം, കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ വീടിൻ്റെ പാലുകാച്ചൽ കർമ്മം രാവിലെ സുബഹിക്ക് എന്ത് ചെയ്യും, എല്ലാവരും വരും, ഉസ്താദ് വരും. സുബഹി നിസ്കാരത്തിന് ഇത് എന്ത് ചെയ്തു, ബാങ്ക് കൊടുത്തിട്ട് നിസ്കാരം നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്യും. അതാണ് നമ്മുടെ തീരുമാനം. ആ വീട്ടുകാരൻ എത്ര മണിക്ക് എഴുന്നേൽക്കും, വീട്ടുകാരി എത്ര മണിക്ക് എഴുന്നേൽക്കും, വീട്ടിലെ മക്കൾ എത്ര മണിക്ക് എഴുന്നേൽക്കും? ചിന്തിച്ചു നോക്കി. എഴുന്നേക്കൂലേ? 5 മണിക്കാണ് ബാങ്ക് കൊടുക്കുന്നതെങ്കിൽ കുറഞ്ഞത് 4 മണിക്കെങ്കിലും അവർ എഴുന്നേക്കൂലേ? കാരണം എന്തേ, എല്ലാം സെറ്റാക്കണം. അവർ വരുന്നതിന് മുമ്പ് എല്ലാം സെറ്റാക്കണം. മാക്സിമം 4:30-ക്ക് മുമ്പെങ്കിലും എഴുന്നേക്കൂലേ? എഴുന്നേൽക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ പള്ളികളിൽ നിന്നും പള്ളിയിലെ വിളിയാളം കേൾക്കുമ്പോൾ നമ്മൾ കിടന്നുറങ്ങും. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു വിലയുമില്ലാതെ കിടന്നുറങ്ങാം. നമ്മുടെ വീട്ടുകൂടലിന് പാലുകാച്ചിന് കൊടുക്കുന്ന പരിഗണന പോലും പരിശുദ്ധ നിസ്കാരത്തിന് കൊടുത്തില്ല എങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാട്ടെ. നമ്മൾ ഗൾഫിൽ പോകുന്നതിന് കൊടുക്കുന്ന പരിഗണന പോലും ആ ഫ്ലൈറ്റിന് കൊടുക്കുന്ന പരിഗണന പോലും, കാരണം ഫ്ലൈറ്റ് മുടങ്ങി പോകാൻ പാടില്ല, ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടു പോയത്. അതിനാണ് 4:30-ക്കുള്ളതിന് നമ്മൾ 3 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി നിൽക്കുന്നത്.
അപ്പോൾ ആ ഒരു ഫ്ലൈറ്റിന് കൊടുക്കുന്ന പരിഗണന പോലും നമ്മുടെ നിസ്കാരത്തിന് കൊടുത്തില്ലെങ്കിൽ അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കണം. വേണമെന്ന് വെച്ചാൽ നടക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി നമ്മുടെ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു നിസ്കാര ശേഷം, ഇന്ന നിസ്കാരമൊന്നുമില്ല, മഗ്രിബ് ആകൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. മഗ്രിബ് നിസ്കാരത്തിന് ശേഷമാകുമ്പോൾ ഇശാ മഗ്രിബിൻ്റെ ഇടയ്ക്ക് ദുആക്ക് ഇജാബത്തുള്ള സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ സമയം ആകൽ ഏറ്റവും നല്ലതാണ്. ഇനി അതിന് പറ്റില്ല, ആ സമയത്ത് വേറെ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ നമുക്ക് പറ്റുന്ന ഏതെങ്കിലും നിസ്കാര ശേഷം, സുബഹിക്ക് ശേഷമോ ദുഹറിന് ശേഷം എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് എന്ത് ചെയ്യുക, 17 തവണ ഈ സൂറത്ത് ഓതണം. 17 തവണ ദിവസം ഏതെങ്കിലും ഒരു നിസ്കാര ശേഷം 17 തവണ ബിസ്മി ചൊല്ലി അഊദും ബിസ്മി ഓതിയിട്ട് എന്ത് ചെയ്യുക, ഈ സൂറത്ത് ഓതുക. ഈ സൂറത്ത് ഓതി ഓരോ സൂറത്ത് ഓതുന്നതിൻ്റെയും ഇടയിൽ ഓരോ തവണയും എന്ത് ചെയ്യുക, നമ്മൾക്ക് ആരുമായിട്ടാണോ രമ്യതയാകേണ്ടത്, പ്രയാസങ്ങൾ മാറി പരസ്പര സ്നേഹത്തിലാകേണ്ടത്, അയാളെ കൽബിൽ, അയാളുടെ പേര് കൽബിൽ കരുതിയിട്ട് എന്ത് ചെയ്യുക, ഇത് ദുആ ഇറക്കുകയും ചെയ്യുക. അല്ലാഹുവേ, ഞങ്ങൾ തമ്മിൽ കൽബൊന്ന് നീ അടുപ്പിച്ച് തരണേ. അല്ലാഹ്, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയിട്ട്, ഞങ്ങൾ തമ്മിലുള്ള പോര് മാറ്റിയിട്ട് ഞങ്ങളുടെ കൽബൊന്ന് ഒരുമിപ്പിച്ച് തരണേ അല്ലാഹ് എന്നിങ്ങനെ ദുആ ഇരുന്നിട്ട് അടുത്ത സൂറത്ത് ഓതുക, അടുത്ത അലം നശ്റഹ് ഓതുക. അങ്ങനെ ഓരോ സൂറത്തിൻ്റെയും ഇടയിൽ എന്ത് ചെയ്യുക, ഈ ഒരു ദുആയോടുകൂടി, ഈ ഒരു നിയ്യത്തോടു കൂടിയിട്ട് 17 തവണ ദിവസവും അവൻ ചൊല്ലിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇൻഷാ അല്ലാഹ് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ മാറി പരിഹരിച്ച് പരസ്പരം സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന അത്ഭുതകരമായ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. ഞാൻ ഈ പറഞ്ഞ കോലത്തിലാവണം, എങ്ങനെങ്കിലുമൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, നിസ്കാരം ക്ലിയർ ആക്കണം. നിസ്കാരം കൃത്യമായി നിർവഹിച്ചേ പറ്റുള്ളൂ. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും എന്ത്, ഇപ്പോൾ ഇതൊന്ന് ശരിയാവുന്നതുവരെ നിസ്കരിച്ചാൽ അത് കഴിഞ്ഞിട്ട് പഴയ പോലെ തന്നെ ആവാന്ന്. ഒരിക്കലും നടക്കൂല കേട്ടോ. ഇന്നു മുതൽ ഞാൻ നിസ്കാരം ഒഴിവാക്കൂല എന്ന് നിയ്യത്ത് വെച്ചിട്ട്, ഇനി ഞാൻ നിസ്കാരം ഒഴിവാക്കൂല, ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നും നിസ്കരിക്കും എന്ന് കരുതി നല്ല നിയ്യത്തോടുകൂടി, നല്ല നിയ്യത്താണ് ഞാൻ നിസ്കരിക്കും, എല്ലാ ദിവസവും നിസ്കരിക്കും, എൻ്റെ നിസ്കാരം ഒന്നും കലാ ആക്കൂല, കലാ ആയതൊക്കെ മാക്സിമം ഞാൻ കലാ വീട്ടി നിസ്കരിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ കരുതിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ തുടങ്ങി. അങ്ങനെ ഏതെങ്കിലും ഒരു നിസ്കാര ശേഷം, പ്രത്യേകിച്ച് അല്ലെങ്കിൽ സുബഹി അല്ല മഗ്രിബിന് ശേഷം ഈ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത്ഭുതകരമായ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങളത് ചെയ്തു നോക്കണം. ചെയ്തവരെന്നെ അറിയിക്കണം. അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അവരിലേക്ക് ഇതൊന്ന് അറിയിച്ചു കൊടുക്കണം. രഹസ്യമായിട്ട് അവർക്കിതൊന്ന് അയച്ചു കൊടുക്കുക. അവർക്കൊന്ന് പറഞ്ഞത് കേട്ടു നോക്ക്, നിനക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞ് അവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ വലിയൊരു ഖൈറാണ് നമ്മൾ ചെയ്യുന്നത്. വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയ്ക്കും തഖ്വയ്ക്കും വേണ്ടി നിങ്ങൾ സഹായിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ സഹായിച്ചു കൊടുക്കണം. ഇത് അയച്ചു കൊടുക്കാൻ നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല. നമുക്ക് എന്ത് നഷ്ടമുള്ളത്? അല്ല, അവർ ചേരണ്ട, അവരങ്ങനെ തന്നെ നടക്കട്ടെ, അവരങ്ങനെ തെറ്റിപ്പിരിഞ്ഞ് നടക്കട്ടെ, അങ്ങനെ ആരും ചിന്തിച്ചു പോകരുത്. അപ്പോൾ നമുക്ക് അവർ രമ്യതയിലായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൂലി നമുക്ക് കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയും ഉള്ളൂ. സൂറത്തുൽ ഇൻശിറാഹ്, അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത് ഏതെങ്കിലും ഒരു നിസ്കാര ശേഷം 17 തവണ വൃത്തിയായി ഓതുക. ഓരോ ഓതലിനിടയിലും നമ്മൾ ആ വ്യക്തിയുടെ, നമ്മൾ ആരുമായിട്ടാണോ രമ്യതയിലാകേണ്ടത്, സ്നേഹത്തിലാകേണ്ടത്, ആ വ്യക്തിയുടെ പേര് മനസ്സിൽ കരുതിയിട്ട് അല്ലാഹുവേ ഞങ്ങളുടെ ഖൽബ് നീ അടുപ്പിച്ചു തരണേ എന്ന ആ ഒരു ആത്മാർത്ഥമായൊരു ദുആ നമ്മൾ എന്ത് ചെയ്യുക, ദുആ ഇരുന്നുകൊണ്ട് അടുത്ത സൂറത്തോ ഇങ്ങനെ 17 തവണ ഓതുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി, പോരുകൾ നീക്കിയിട്ട് എല്ലാ രൂപത്തിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കി ഖൽബ് ലംഘി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.